നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. ശരി, ടാക്സി മേഖല നശിക്കാൻ മെയിനായിട്ടൊരു കാരണം ഓരോ നാട്ടിൻ പ്രദേശത്തെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഈ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ ജോലി ചെയ്ത് പെൻഷൻ പറ്റി PF മേടിച്ച് മാസം മാസം പെൻഷൻ മേടിച്ച് റിട്ടയർഡായി, അതായത് പെൻഷൻ പറ്റി വീട്ടിൽ വന്നിരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ നാട്ടിൽ വന്ന് ഓട്ടോറിക്ഷയോ കാറോ അല്ലെങ്കിൽ ഗുഡ്സ് വണ്ടികളൊക്കെ എടുക്കും. എന്നിട്ട് അവർക്ക് തോന്നുന്ന പടി റേറ്റ് കുറച്ചങ്ങ് ഓടും. വർഷങ്ങളോളം നിന്ന കൂടെ കിടക്കുന്ന സഹപ്രവർത്തകർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാ എന്നുള്ള ചിന്താഗതി അവർക്കില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട്, ടാക്സി പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പള്ളക്കടിക്കുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പം പല സർവീസ് വെച്ചാൽ അവർക്ക് ഇതും കൊണ്ട് ഓടി വല്ലതും ഉണ്ടാക്കാനോ വല്ല മീതി ഉണ്ടാക്കാനോ കുടുംബം പോറ്റാനോ വേണ്ടി അവർക്ക് കൃത്യമായിട്ട് മാസം മാസം പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പൊതുജനങ്ങൾ സാമ്പത്തിക ലാഭം നോക്കിയാണ് മിക്ക ആൾക്കാരും, ഭൂരിഭാഗം ആൾക്കാരല്ല, കുറച്ച് പേരെങ്കിലും സാമ്പത്തിക ലാഭം നോക്കിയാണ് ഈ വണ്ടി വിളിക്കുന്നത്. ശരിയല്ലേ? 10 പൈസ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടിയെ വിളിക്കത്തുള്ളൂ. നിങ്ങളുടെ കഴിവുകേടാ, നിങ്ങളുടെ കഴിവോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ജോലി കിട്ടി, സർക്കാർ ജോലി ആയാലും കിട്ടി. പക്ഷെ നിങ്ങൾക്കൊക്കെ പെൻഷന് മാസം മാസം വീട്ടിലിരുന്നാലും പെൻഷൻ കിട്ടുന്നതല്ലേ. വീട്ടിൽ വല്ല കൃഷിയോ മറ്റു കാര്യങ്ങളോ നോക്കി ജീവിച്ചാൽ പോരെ. നിങ്ങൾ ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇതും കൊണ്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അല്ലേ?